ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിതാ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് നിറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള വെള്ളമായിട്ട് എടുത്തത് ഒരു സുഖമാണല്ലോ. തൊണ്ടവേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ചൂടുള്ള വെള്ളം കുടിക്കാൻ ഒരു സുഖമല്ലേ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നട്ട്സ് എടുത്തിട്ടുണ്ട്. നല്ല ഞാൻ തുത്തൂൻ്റെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ഒന്ന് വറുത്ത നട്ട്സ് ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു വറുത്ത ബദാം വാങ്ങി കഴിക്കാനായിട്ട് അങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഈത്തപ്പഴം, 2 ഈത്തപ്പഴം എടുത്തു, അത്തിപ്പഴം എടുത്തു, വാൾനട്ട് എടുത്തു. അങ്ങനെ നമ്മൾ ഹെൽത്തി ഫുഡായിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പാടെ വെയിറ്റ് നോക്കിയപ്പോൾ പഠിച്ചോണ്ട് ഈ ഒരു വെയിറ്റ് ഞാൻ ഇപ്പോൾ അടുത്തൊന്നും കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 95 സ്റ്റെക്കായി നിന്ന സമയത്ത് ഇത്രയും വേഗം ഈ ഒരു വെയിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വെയിറ്റ് ഒന്ന് കാണിക്കാൻ മതി. അപ്പോൾ ഞാനത് എന്താ പറയുക, എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് നല്ല രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയൊക്കെ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ നേരെ വെയിറ്റ് നോക്കാനാണ് പോയത്. ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. നൈറ്റ് ഇട്ട് കാണാൻ ഞാൻ വെള്ളം കുടിക്കാനൊക്കെ നിന്നത്. അപ്പം നമ്മുടെ വെയിറ്റ് നോക്കൂ, 92.6. ഇന്നലെ നമ്മൾ 93.4 പിന്നെ നമ്മൾ 800 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, എങ്ങനെ ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ആ ഒരു 95 സമയത്ത്, സ്റ്റെക്കായ സമയത്ത് നമ്മളത് എന്താ പറയുക, ഡയറ്റ് നിർത്താതെ പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. നന്നായിട്ട് നമ്മൾ ഡയറ്റ് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോയതുകൊണ്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 92 എന്നുള്ള വെയിറ്റ് കണ്ടു. ചിലപ്പോൾ നാളെ നമുക്ക് കൂടായിരിക്കും, ചിലപ്പോൾ നാളെ 93 തന്നെ ആവുമായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ 92 കണ്ടില്ലേ. ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്നലെ നല്ല പനിയായിരുന്നു, രാത്രിയൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തലയൊക്കെ ഭയങ്കര വേദന. അപ്പോൾ ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഫുഡ് കഴിച്ചതാണ് കേട്ടോ. വെള്ളം കുടിച്ച് ആ നട്ട്സൊക്കെ കഴിച്ചിട്ട് ഞാൻ ഗുളികയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ കിടന്നു. അപ്പോൾ ഇന്ന് രാവിലെ കറണ്ടും ഉണ്ടായിരുന്നില്ല എഴുന്നേറ്റപ്പോൾ കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇന്ന് ചാക്കരി വളർത്തിട്ടുണ്ടായിരുന്നു പുട്ട് ചൂടാനായിട്ട്. അപ്പം അത് പൊടിക്കാനോ ഒന്നും വയ്യ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഇന്നും നമ്മൾ എന്ത് ചെയ്തു, ബ്രെഡ് കൊണ്ടങ്ങിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇതും മോനും പിന്നെ എൻ്റെ കെട്ടിയവനും ഒക്കെ ബ്രെഡും മുട്ടയൊക്കെ കൊടുത്തിട്ട് അവർ രണ്ടാളും സോപ്പിട്ട് വെച്ച് ഇന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. എനിക്ക് വയ്യ. ഒന്നാമത് നല്ല തണുപ്പും മഴയും, എണിക്കാനുള്ള മടിയുണ്ട്. കൂടാതെ അതിൻ്റെ ഒപ്പം ഒരു പനിയും കൂടി ഉണ്ടായുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ അവിടെ അങ്ങനെ കിടന്നു. പിന്നെ എൻ്റെ കെട്ടിയവനൊരു പാവമായത് കൊണ്ട് ഞാനങ്ങനെ അതെന്നെ മതി, ബ്രെഡ് മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ മഴ ഒന്ന് ചോരുന്ന സമയം നോക്കിയിട്ട് മൂപ്പര് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാക്കരി ഊറ്റി വെച്ചിട്ടുണ്ട്, അത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ആ വെള്ളവും ഇത് കുടിച്ചതാട്ടോ. അപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഉച്ചക്കുള്ള ഫുഡെങ്കിലും അവർക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് കരുതി വേഗം അടുക്കളയ്ക്ക് വന്നതാട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാല് എടുത്തിട്ട്. നമ്മൾ ചായ കുടിച്ചിട്ടില്ല, വെള്ളം കുടിച്ച് അങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ പാല് അടുപ്പത്ത് വെച്ച് അത് അവിടെ ഇങ്ങനെ ചായപ്പൊടി ഇട്ട് ഇങ്ങനെ തുടങ്ങുന്നത്. ഇത്തിരി മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മധുരം നല്ല ഇട്ടിക്കൊണ്ട് കുടിച്ചിട്ടുണ്ട് ചായ. പിന്നെ ഞാനിപ്പോൾ പൊടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ചാക്കരിയാണ് കേട്ടോ. പുട്ടുണ്ടാക്കാനുള്ള ചാക്കരി പൊടിച്ച് ഉച്ചക്ക് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ച പുട്ട് ഉച്ചക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊടിച്ചെടുത്ത് നമുക്ക് പുട്ട് ചുടാം. അപ്പോൾ ആ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ചായ കുടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യണത്, നമുക്ക് പുട്ട് ചുടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൊടിച്ചപ്പോഴേക്കും ചായ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല ഡാർക്കായിട്ട് നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കുടിച്ചപ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. ഈ തൊണ്ടക്ക് ഇങ്ങനെ ഒരു സുഖമില്ലായ്മ ഉള്ളതുകൊണ്ടേ നമുക്ക് ചായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരികയാണെങ്കിൽ ഒരു സുഖമായിരുന്നു. ആരെങ്കിലും ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ അതും ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഞാൻ പനീൻ്റെ ഗുളിക കുടിച്ചതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയർക്കണുണ്ട്. അതിനുശേഷം ഞാൻ വേഗം കിച്ചണിക്ക് പോന്നു. ഇനി പനി വരുന്നതിന് മുമ്പ് നമ്മുടെ പരിപാടികളൊക്കെ ഒന്ന് തീർക്കാമെന്ന് കരുതി വേഗം തീർക്കുകയാണ്. അപ്പോൾ നമ്മളിതാ പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് പുട്ട്. അത് മിക്സിയിൽ നിന്ന് എടുത്തിട്ടു. നീ ഇച്ചിരി ഉപ്പിടണം. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളം ചുടുവെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, പുട്ടിന് മൺപിടിച്ചെടുക്കാം അല്ലേ. ഞങ്ങളവിടെയൊക്കെ മൺപിടിക്കുക എന്നാണ് പറയുക. ഞങ്ങളവിടെയൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ പറയുന്ന ഭാഷയായിരിക്കും, എനിക്കറിയില്ല. ഞങ്ങളിവിടെയൊക്കെ എന്നാലും പുട്ടിന് മൺപിടിക്കുക എന്ന് പറയും. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ ഇളം ചുടുവെള്ളത്തിൽ ഇങ്ങനെ
എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സിനിമയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഹെഡ്സെറ്റൊക്കെ വെച്ച് ചെറിയൊരു സിനിമയൊക്കെ ഓണാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരിങ്ങനെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറയുമല്ലോ, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് നമുക്കിങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി മോട്ടിവേഷൻ ആവുമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടുക്കും. അല്ലെങ്കിൽ ചില ദിവസമൊക്കെ പാട്ട് കേൾക്കാനായിരിക്കും മൂഡ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് സിനിമ കാണാനുള്ളൊരു മൂഡ്. അപ്പം എന്താ സിനിമയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, എന്താണ് ഇപ്പോൾ സിനിമയുടെ പേര്, വേദാന്നോ അങ്ങനെ എന്തോ പേരുള്ള സിനിമയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പുട്ടിന് ഏതായാലും പുട്ട് അവിടെ അടുപ്പത്ത് വേവുന്ന നേരം നമുക്ക് മുട്ട കൂടി അതിൻ്റെ ഒപ്പം ഒരു പിടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കാമെന്ന് കരുതി അങ്ങനെ മുട്ട വെക്കുന്നുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ട എനിക്കും 1 മുട്ട എൻ്റെ കെട്ടിയവനും കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് വെക്കുന്നത്. ഇത് മുഴുവൻ മുട്ട പുഴുങ്ങിയത് ഇഷ്ടമല്ല, ഒക്കെ പൊരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അവൾക്ക് ഞാൻ രാവിലെ മുട്ട പൊരിച്ചിട്ടാണ് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാം. തേങ്ങയൊക്കെ പൊട്ടിക്കുന്നത് ഇടയിൽ ചെറിയൊരു കയ്യിനൊക്കെ ഒരു മുറിയൊക്കെ പറ്റിയിട്ടോ, അതൊന്നും നോക്കാതെ നമ്മളിതാ തേങ്ങ ചിരണ്ടാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് നന്നാക്കി ചിരണ്ടി എടുത്തിട്ട് പുട്ട് ചുടാം. പിന്നെ പുട്ടും ചിക്കൻ കറിയാണ് ഉച്ചയ്ക്ക്. കൂടാതെ നമുക്ക് ക്യാബേജ് തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാനായിട്ട് ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഏതായാലും തേങ്ങയൊക്കെ ചിരണ്ടി നമുക്ക് പുട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്നോ ഒന്നുമില്ല, ഒരു ആട്ടം എനക്കൊന്നും കേൾക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്ന്, എന്തായി വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന്. എൻ്റെ വെയിറ്റ് അങ്ങനെ സ്റ്റക്കായി നിന്നപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമാണെങ്കിലും ഇപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ 92 കണ്ട് കോയ്സ്. എന്താ പറയുക, നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളങ്ങനെ വെയിറ്റ് സ്റ്റക്കാവുമ്പോഴും എനിക്കിപ്പോൾ മനസ്സിലായത് അതാണ്. തുടർന്ന് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വെയിറ്റ് സ്റ്റക്കായി വിചാരിച്ചിട്ട് നമ്മൾ നിർത്താതിരിക്കുക. അതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് കിട്ടിയ ഒരു അറിവ് കേട്ടോ. നമ്മൾ സ്റ്റക്കാകുമ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ പുട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് വേവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അതിന് ഇപ്പോൾ അവിടെയൊക്കെ പുട്ടാകുമ്പോൾ തന്നെ ഈ പൊടിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കൊഴിഞ്ഞാടൂലേ, ഭയങ്കര പെട്ടെന്ന് അങ്ങോട്ട് വീതനൊക്കെ കേടുവരും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അപ്പം തന്നെ തുടഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. കാരണം നമുക്ക് ഉള്ളിയൊക്കെ അരിയാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ചിക്കനൊക്കെയുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അതാ നമ്മൾ 2-3 ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലും അതും ഇതൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. നല്ല കഷ്ണം നമുക്ക് പൊരിക്കാനൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ക്യാബേജും ക്യാരറ്റൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളിയൊക്കെ അതാ ചെറുതാക്കി ഇങ്ങനെ എരിയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. സിനിമേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പരസ്യം വരുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് അടുപ്പത്ത് കുക്കറിൽ വെക്കാമെന്ന് കരുതി. ഇന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടൊക്കെ മൺപിടിച്ചെടുത്തപ്പോൾ ചുട്ടപ്പോൾ തന്നെ സമയം ഇപ്പോൾ ഒരു 12:30-12:45 ആയിട്ടുണ്ട്. രണ്ടാളും ഇതുമ്മോ എൻ്റെ കിട്ടിയവന് നല്ല വിശപ്പുണ്ട്. രാവിലെ അങ്ങനെ നല്ല ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് രണ്ടാളും നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരാട്ടോ. ഇതുമ്മും ഉളപ്പും ഒരുപോലെയാണ്. രണ്ടാൾക്കും നല്ല ഫുഡ് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാനും കിട്ടണം. രണ്ടാളും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അതൊക്കെ ഒന്ന് പൊറുക്കിയെടുത്ത് ഇങ്ങനെ തിന്നാന്ന് പറയുന്നത് രണ്ടാളൊരു സ്വഭാവമായിട്ട്. ഏകദേശം രണ്ടാൾക്കും ഒരേ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം ആക്കി കൊടുക്കട്ടെ എന്ന് കരുതി വേഗം കുക്കറിൽ വെക്കാനുണ്ട് ചിക്കന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുറ്റി പുട്ട് വെന്തിട്ടുണ്ട്. രണ്ടാമത്തെ കുറ്റി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 കുറ്റി ചൂടണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാനിരുന്നപ്പോൾ ചെറിയൊരു കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ കാണും. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളി വാട്ടാൻ വെച്ചിട്ട് തക്കാളി ചെറുതാക്കി അരിയുന്നുണ്ട്. അങ്ങനെ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വാടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വാടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കന് ഇടുന്നുണ്ട്. ഒരു 3-4 കഷ്ണം നല്ല കഷ്ണം തന്നെ, അത്യാവശ്യം ഇറച്ചിയൊക്കെ ഉള്ള കഷ്ണം തന്നെ ഇടുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മളെ ഈ ചിക്കൻ്റെ കഴുത്തിൻ്റെ ഭാഗം, നെഞ്ഞിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാവില്ല, എല്ലുള്ള ഭാഗങ്ങളൊക്കെ ഇടുന്നുണ്ട്. കറി ആകുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ കൂട്ടത്തൂടെ പൊയ്ക്കൊള്ളുമല്ലോ. പൊരിക്കുമ്പോൾ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല, പൊരിക്കുമ്പോൾ നല്ല കഷ്ണം തന്നെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെക്കുന്നുണ്ട്. അത് ചിക്കനൊക്കെ പൊറുക്കിയിട്ടതിന് ശേഷം മല്ലിപ്പൊടി ഒരു 3-4 സ്പൂൺ ഇടുന്നുണ്ട്. കാരണം നല്ല കുറുന്നനുള്ള കറി അങ്ങോട്ട് വരട്ടെന്ന് കരുതി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ കൂടാതെ എന്താ പറയുക, മല്ലിച്ച പൊതിനൊന്നുമില്ല. ചിക്കൻ മസാല അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് അങ്ങോട്ട് വരട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇതുമ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ടോ ഫുഡായോ എന്ന് ചോദിച്ചിങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതാ ഇപ്പോൾ ഈ കുക്കർ ഈ ഒരു വിസിൽ വെന്താ ഒറ്റ കൂക്കിയാൽ മതി, ചിക്കൻ പെട്ടെന്ന് വേവും. ഇപ്പോൾ റെഡി ആകുമ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ, കുറച്ച് മസാലയൊക്കെ പറ്റിയിട്ട്. പിന്നെ ഏതാ നമ്മൾ ചിക്കനിലേക്ക് നല്ല ചുടുവെള്ളം കേട്ടോ പാർന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് കൂടും. നമ്മളെ പച്ചവെള്ളം പാരുന്നതിനാണ് നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് പാരാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ചിക്കൻ ഉള്ളത്. വെന്തപ്പോൾ ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ കാബേജും ക്യാരറ്റും ഒക്കെ ഇട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ട് ഇതവിടെ ഇതുമ്പോൾ നല്ല പൊടിച്ചിട്ട് കറിയൊക്കെ പാരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നതാട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി പാർന്നു. പിന്നെ നമ്മുടെ കാബേജ് തോരന്, കാബേജും ക്യാരറ്റും കൂടെ ഇട്ട് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം കേട്ടോ. മോളൂനാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പച്ചക്കറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മോളൂന് അങ്ങനെ ഓർമ്മ വരും. ഇതുമുന്ന് നീനുവിന് പിന്നെ അങ്ങനെ വെജിറ്റബിൾസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോഴാട്ടോ നീനുവിന് ഓർമ്മ വരിക. അങ്ങനെ അതൊക്കെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ പുട്ടും കറിയൊക്കെ കൊടുത്തു. ഞാൻ കഴിച്ചത് ഇതാണ് കേട്ടോ, കാബേജ് തോരന് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പനീർ ഉണ്ടായിരുന്നു. പനീർ ഞാനിങ്ങനെ കുറച്ച് ചൂടാക്കിയെടുത്തു, വേവിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് ചൂടാക്കിയെടുത്തു. പിന്നെ നമ്മൾ നല്ല കട്ടത്തൈരുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ചെറിയൊരു കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട്. പുട്ട് നല്ല ചൂടോടുകൂടി നല്ല ആവിങ്ങനെ വന്നപ്പോൾ നല്ലൊരു മണം കേട്ടോ. കാരണം ചാക്കരി പുട്ടാകുമ്പോൾ അത് വേറൊരു നല്ലൊരു മണമാണല്ലോ. അപ്പോൾ അത് മണം ഉണ്ടായപ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ കൊതിയായതുകൊണ്ട് ചെറിയൊരു കുഞ്ഞ് പീസ് പുട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ വെയിറ്റ് കൂടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നാളെ ഞാൻ നോക്കൂല, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ഇന്നിപ്പോൾ 47 നമുക്ക് 50ാമത്തെ ദിവസം നോക്കാം എന്നാണ് എൻ്റെ പ്ലാന്, അല്ലേ? അതല്ലേ നല്ലതേ. അപ്പോൾ 50 നമുക്ക് നമ്മുടെ എന്താ പറയുക വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ പകുതി ദിവസം തീർന്നു അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്, എന്ത് 85 ആക്കാം. 90 ദിവസം നമ്മൾ 100 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് 85 ആക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 100 ദിവസത്തിനുള്ളിൽ 85 ആവുക എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് ഇനി അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റെക്കോ കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇനി സ്കൂളൊക്കെ തുറക്കല്ലേ, അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ കല്യാണങ്ങളൊക്കെ കുറവായിരിക്കും, പിന്നെ പോയി വിരുന്ന് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പം നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ അവരൊക്കെ അങ്ങനെ പുട്ടതൊക്കെ കഴിക്കണ പോലെ തന്നെ ഞാനും ഇന്ന് പുട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ കാര്യം എന്താ കുതാഹവ എന്തായാലും നോക്കാം. അപ്പോൾ ഇനി 50ാമത്തെ ദിവസം ഞാൻ ഇനി വെയിറ്റ് ഇടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും അധികം കാണിക്കാറില്ല, കാരണം കുറേ ദിവസം നമ്മളിങ്ങനെ ഒരു കറക്കമായിരുന്നു, വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കറക്കമായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ആദ്യം വൃത്തിയൊക്കെ കഴുകാനുള്ളതൊക്കെ നമ്മൾ സിങ്കിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ആദ്യം എൻ്റെ പണികൾ ഇങ്ങനെ കേട്ടോ, എനിക്ക് ഞാനിങ്ങനെ ആദ്യം പാത്രം കഴുകാൻ നിൽക്കില്ല, കഴുകാനുള്ളതൊക്കെ ആദ്യം അങ്ങോട്ട് സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് ബാക്കി വീതനൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ നിൽക്കുള്ളൂ. അതാവുമ്പോൾ പാത്രം കഴുകി കഴിഞ്ഞോടുകൂടി എന്താവും നമ്മുടെ പരിപാടികളൊക്കെ കഴിയും, വേഗം പടി തീരുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീതനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം സത്യം പറഞ്ഞാൽ കറണ്ട് പോവുക വരിക ഒരു ഇരുട്ടനായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം 2 മുട്ട പുഴുങ്ങിയതില്ല, നമ്മളെ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ 2 മുട്ട ഞാനും എൻ്റെ ഹസ്ബൻഡ് 1 മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തിരി മധുരം ഇട്ടിട്ട് വൈകുന്നേരം കട്ടൻ ചായയും ആ 2 മുട്ടയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ കഴിച്ചതൊരു 7 മണി ആ സമയത്താണ് കേട്ടോ. ഞങ്ങൾ മാരിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മൂപ്പര് വന്നിട്ടാണ് എന്ത് ചെയ്യുക, ഞങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പോൾ ആ സമയത്ത് ആണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഇതുമ്പോൾ ഒരു കഷ്ണം പുട്ട് കഴിച്ചു. ഞാൻ പിന്നെ പുട്ട് കഴിക്കാൻ നിന്നില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ, അപ്പോൾ ഇനി അരിഭക്ഷണം ഇനി കഴിക്കണ്ടെന്ന് കരുതി ഞാൻ 2 മുട്ട പുഴുങ്ങിയതും ചായയാണ് വൈകുന്നേരം കുടിച്ചത്. അത് വീഡിയോ എടുത്തിട്ടില്ല, കാരണം കറണ്ട് ഇല്ലാതെ നിൽക്കുമ്പോൾ ഇരുട്ടാണ്, നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കേടാണ്. അപ്പോൾ അത് നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, നന്നാക്കണേക്കാണ് നല്ലത് പുതിയത് വാങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയത് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്, എപ്പോഴാണ് വാങ്ങുകയെന്നൊന്നും അറിയില്ല. അതൊക്കെ മൂപ്പർക്കൊരു തോന്നി വാങ്ങണം, അല്ലാതെ വാങ്ങില്ല കേട്ടോ. അപ്പം
അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഐറൂസ് വരുമ്പോൾ ഇരുട്ടോ കറണ്ട് പോയാലോ അവന് പേടിയല്ലേ. അപ്പോൾ ഇൻവെർട്ടർ എത്രയും പെട്ടെന്ന് വെക്കാനൊക്കെ പറയുന്നുണ്ട്. വെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഐറൂസിനെന്ന് പറയുമ്പോൾ ചെറിയൊരു അലിവൊക്കെ ഉണ്ട്, ചിലപ്പോൾ വേഗം വെക്കുമായിരിക്കും. എന്തായാലും ഇരുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ മുട്ടൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാത്രി അതും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക, അടുക്കള വരെ, അതായത് സിറ്റ് ഔട്ട്, റൂമുകൾ, ഡൈനിങ് ഹാള്, പിന്നെ ഫുഡ് കഴിക്കണ റൂം ഒക്കെ നമ്മൾ അടിച്ച് വാരി തുടച്ച് കിച്ചണ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കിച്ചണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലീൻ ആക്കുക കേട്ടോ. അപ്പോൾ അവിടെ വരെ നമ്മൾ ഫുഡ് കഴിക്കണ ആ ഒരു ആൾ വരെ നമ്മൾ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി ചോറ് വഴി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണും കൂടി വൃത്തിയാക്കി സെറ്റാക്കി അതാ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞത് എൻ്റെ കാര്യം പോയി. കാരണം ചെറിയൊരു പനി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നല്ല മേലും കയ്യും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയൊന്ന് വേഗം കിടക്കണം എന്നുള്ള ഒരു വിചാരം മാത്രമേ എനിക്ക് ഈ തുടക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ കിടക്കാമല്ലോ എന്നുള്ള ഒരു സമാധാനം. കാരണം ആരെങ്കിലും വന്നാൽ നമ്മളിപ്പോൾ ഒന്ന് പോയി കിടക്കട്ടെ എന്നാണ് വിചാരിച്ചുമ്പോഴേക്കാരം ആരെങ്കിലും വരിക. അപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി കിടക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.